ഹലോ എവ്രിബഡി, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് എസ് വി ടി ആണ്. എസ് വി ടി എന്ന് പറഞ്ഞാൽ സുപ്രാ വെൻട്രിക്കുലർ ടാക്കി അർത്തമിയാസ്. അതായത് സുപ്രാ വെൻട്രിക്കുലർ മീൻസ് എബവ് ദ ലെവൽ ഓഫ് വെൻട്രിക്കിൾസ്. വെൻട്രിക്കിൾസിൻ്റെ മുകളിൽ വെച്ച് ഉണ്ടാകുന്ന ടാക്കി അർത്തമിയാസിനെയാണ് നമ്മൾ എസ് വി ടി എന്ന് പറയുന്നത്. ടാക്കി അർത്തമിയ എന്നുള്ള പദം ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിൽ ഒന്ന് രണ്ട് ടൈപ്പ് ഓഫ് റിതംസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്കിതിൽ വരുന്ന റിതംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏട്രിയൽ ഫിബ്രിലേഷൻ, ഏട്രിയൽ ഫ്ലട്ടർ, മൾട്ടിഫോക്കൽ ഏട്രിയൽ ടാക്കികാർഡിയ, ജംഗ്ഷണൽ ടാക്കികാർഡിയ. പിന്നെ നമ്മൾ ക്ലിനിക്കലി അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ എസ് വി ടി സുപ്രാ വെൻട്രിക്കുലർ ടാക്കികാർഡിയ എന്ന് വിളിക്കുന്ന എ വി നോഡൽ റീ എൻട്രൽ ടാക്കികാർഡിയ, പിന്നെ എ വി ഏട്രിയോ വെൻട്രിക്കുലർ റീ എൻട്രൽ ടാക്കികാർഡിയ. ഇതിന് രണ്ടിനുമാണ് നമ്മൾ സാധാരണ കാഷ്വാലിറ്റിയിലൊക്കെ എസ് വി ടി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ എസ് വി ടി അല്ലെങ്കിൽ എ വി എൻ ആർ ടിനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുള്ളൂ. ബാക്കി ഈ ടാക്കിയാർമിയാസിനൊക്കെ കുറിച്ച് നമുക്ക് മറ്റു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ടുഡേ ദ വീഡിയോ വിൽ ബി ഓൾ അബൌട്ട് എ വി എൻ ആർ ടി ആൻഡ് എ വി ആർ ടി. സോ ഈ എ വി എൻ ആർ ടി ആണ് മോസ്റ്റ് കോമൺ. ഈ എ വി ആർ ടിനെയും കമ്പയർ ചെയ്ത് നോക്കിയാൽ എ വി നോഡൽ റീ എൻട്രൽ ടാക്കികാർഡിയാസ് ആർ കോമൺലി സീൻ ആൻഡ് ദിസ് ഈസ് വാട്ട് വി കോൾ ആസ് എസ് വി ടി. സോ ലെറ്റ്സ് സി എന്താണ് എ വി എൻ ആർ ടിയിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. നോർമലി നമുക്കറിയാം, നമ്മുടെ എസ് എ നോഡ് ഫയർ ചെയ്യുമ്പോൾ ഇമ്പൾസ് ഉണ്ടാകും. അത് എ വി നോഡിലെത്തി, പിന്നീട് അത് ബണ്ടിൽ ഓഫ് ഫിസ്റ്റിലെത്തി വെൻട്രിക്കിൾസിലേക്ക് വന്നിട്ടാണ് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നത്, അല്ലേ? വെൻട്രിക്കിൾസും ഏട്രിയൊക്കെ അങ്ങനെ കോൺട്രാക്ട് ചെയ്തിട്ടാണ് റിതം ഉണ്ടാകുന്നത്. സപ്പോസ് ഇവിടെ ഈ എ വി നോഡിൻ്റെ അടുത്ത് ഒരു ലീക്കിംഗ് പാത്ത് വേ ഉണ്ടോയെന്ന് വിചാരിച്ചോളൂ. ഒരു ഇൻട്രിൻസിക് പാത്ത് വേ, ഇത് കറണ്ട് ലീക്കാവുന്ന ഒരു ഇൻട്രിൻസിക് പാത്ത് വേ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണ് എന്ത് സംഭവിക്കും? ഈ എ വി നോഡിൽ നിന്ന് വരുന്ന കറണ്ട് ബണ്ടിൽ ഓഫ് ഫിസിൽ നിന്ന് വീണ്ടും റിവേഴ്സായി തിരിച്ച് എ വി നോഡിലേക്ക് തന്നെ എത്തില്ലേ? അത് വീണ്ടും ബണ്ടിൽ ഓഫ് ഫിസിലെത്തി വീണ്ടും തിരിച്ച് എ വി നോഡിലേക്ക് തന്നെ എത്തും. അങ്ങനെ ഈ ഒരു കറണ്ട് ലീക്ക് ചെയ്യുന്ന ഈ ഒരു ലീക്കിംഗ് പാത്ത് വേയിലൂടെ കറണ്ട് വീണ്ടും വീണ്ടും എ വി നോഡിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലൂപ്പായിട്ട് കറണ്ട് ട്രാവൽ ചെയ്യും. അതിനെ തുടർന്ന് ഏട്രിയ കോൺട്രാക്റ്റ്, വെൻട്രിക്കുലം കോൺട്രാക്റ്റ്. അങ്ങനെ ഉണ്ടാകുന്ന റിതത്തിനെയാണ് നമ്മൾ എ വി നോഡൽ റീ എൻട്രൽ ടാക്കികാർഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ വി ആർ ടിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സാധാരണ നമുക്ക് കറണ്ട് ഏട്രിയിൽ നിന്ന് വെൻട്രിക്കിളിലേക്കാണ് വരുന്നത്, ഇല്ല? എ വി നോഡിലൂടെയൊക്കെ ഏട്രിയിൽ നിന്ന് വെൻട്രിക്കിലേക്ക് തിരിച്ചൊരു കറണ്ട് വെൻട്രിക്കിളിൽ നിന്ന് എ വി നോഡിൽ ഏട്രിയയിലേക്ക് കറണ്ട് പോകാറില്ല. പക്ഷേ സപ്പോസ് ഈ ഏട്രിയൻ്റെ വെൻട്രിക്കിളിനും ഇടയ്ക്ക് ഒരു പാത്തോളജിക്കലായിട്ട് ഒരു ഇൻട്രിൻസിക് പാത്ത് വേ, കറണ്ട് ലീക്കിംഗ് പാത്ത് വേ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണ് എന്ത് സംഭവിക്കും? ഈ വെൻട്രിക്കിൾസിൽ നിന്നുള്ള കറണ്ട് തിരിച്ച് ഏട്രിയയിൽ തന്നെ എത്തും, തിരിച്ച് എ വി നോഡിലൂടെ അത് വെൻട്രിക്കിൾസിൽ തന്നെ എത്തും, തിരിച്ച് വീണ്ടും അത് ഏട്രിയയിലെത്തും. അങ്ങനെ ഒരു ലൂപ്പ് പോലെ കറണ്ട് ഏട്രിയൻ വെൻട്രിക്കിളിനിടയിലൂടെ ട്രാവൽ ചെയ്യും. അതിനെ തുടർന്ന് ഏട്രിയം വെൻട്രിക്കിളും കോൺട്രാക്ട് ചെയ്തിട്ട് ഒരു റിതം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഏട്രിയോ വെൻട്രിക്കുലർ റീ എൻട്രൽ ടാക്കികാർഡിയ അല്ലെങ്കിൽ എ വി ആർ ടി എന്ന് പറയുന്നത്. ഓക്കെ, as I said, the most common among this is AVNRT. AVNRT ആണ് ഇത് രണ്ടിലും ഏറ്റവും കൂടുതൽ നമ്മൾ AVNRT ആണ് കാണുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ എസ് വി ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ AVNRTൻ്റെ AVRTൻ്റെ ECG ഫൈൻഡിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. റിതം റെഗുലർ ആയിരിക്കും. ഹാർട്ട് റേറ്റ് റേഞ്ച് ഫ്രോം 150 to 280, 150ക്കും 280ക്കും ഇടയ്ക്ക്, അതായത് കൂടിയ ഹാർട്ട് റേറ്റ് ആയിരിക്കും. QRS കോംപ്ലക്സ് നാരോ ആണ്, ലെസ് ദാൻ 3 സ്മോൾ സ്ക്വയർസ് ആയിരിക്കും. നാരോ QRS കോംപ്ലക്സ് ആണ്. ഈ റെഗുലർ റിതം എന്താണെന്നും നോർമൽ QRS കോംപ്ലക്സ് എങ്ങനെയാണെന്നതിനെ കുറിച്ച് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. പി വേവ് ഇസ് ഹിഡൻ. ഇവിടെ പി വേവ് ഉണ്ട്, പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം QRS കോംപ്ലക്സ് ഹാർട്ട് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ QRS കോംപ്ലക്സ് ഇങ്ങനെ ഫാസ്റ്റായി വരുന്നത് കൊണ്ട് ഇവിടെ പി വേവ് നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊരു എസ് വി ടിൻ്റെ ECG ആണ്. ഇവിടെ നോക്കാം നമുക്ക് ഇതൊരു ടി വേവ് ആണ്, ഇതൊരു QRS കോംപ്ലക്സ് ആണ്.
ടി വേവ് ആണ് ക്യൂറസ്. ഇവിടെ ഒരു പി വേവ് ഉണ്ട്, ഇവിടെയൊക്കെ പി വേവ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. നോർമലി നമ്മൾ ഇ സി ജി പ്രിൻറ്റ് ചെയ്യുന്നത് 25 mm/s സ്പീഡിലാണ്. ഇത് മാറ്റി നമ്മളൊരു 50 mm/s സ്പീഡിലേക്ക് പ്രിൻറ്റ് ചെയ്താൽ ഒരു പക്ഷേ SVT നമുക്ക് പി വേവ്സിനെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഒരു SVT ഉള്ള പേഷ്യൻറ്റിൻ്റെ ഒരു സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Patient will come to you with complaints of acute onset of palpitation. പേഷ്യൻറ്റിന് ഹൃദയം കുറച്ച് ഫാസ്റ്റായി അടിക്കുന്നു, പടപടാന്ന് ഹൃദയം അടിക്കുന്നു എന്നുള്ള ഒരു ഫീലിങ്സിലാണ് പേഷ്യൻ്റ് വരിക. ചില പേഷ്യൻറ്റിന് ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, ചെസ്റ്റ് ഡിസ്കംഫേർട്ട് ഉണ്ടാവും. പേഷ്യൻ്റ് ക്യാൻ ഓൾസോ ഹാവ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ശ്വാസം തടസ്സമുള്ളതുപോലെ പേഷ്യൻറ്റിന് ഫീൽ ചെയ്യാം. സംടൈംസ് പേഷ്യൻ്റ് വിൽ ഓൾസോ കംപ്ലെയിൻ ഓഫ് ഗിഡിനെസ് പ്രീ സിങ്കോപ്പ്, തല കറങ്ങുന്നത് പോലെ ഫീൽ ചെയ്യുന്നതായിട്ട് പേഷ്യൻ്റ് പറയാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നാൽ നമ്മൾ പൾസ് റേറ്റ് നോക്കുമ്പോൾ ഹാർട്ട് റേറ്റ് വളരെ കൂടുതലാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിനെ ECG എടുക്കും. ECG കണ്ട് നമ്മൾ SVT ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഇതിന് മാനേജ് ചെയ്യുന്നത് നോക്കാം. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ, ഹീമോഡൈനാമിക്കലി പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് വേഗൽ മാന്യൂവേഴ്സ് ട്രൈ ചെയ്യാം. അതിലൊന്നാണ് കരോട്ടിഡ് സൈനസ് മസാജ്. പേഷ്യൻറ്റിൻ്റെ കരോട്ടിഡ് സൈനസിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഒരു 5 to 10 സെക്കൻഡ് മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മസാജ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഒന്ന് ഓസ്കുൾട്ടേറ്റ് ചെയ്തിട്ട് കരോട്ടിഡ് ബ്രൂവി എന്ന് പറയുന്ന അത്രോട്ടിക് പ്ലാക്സ് ഉണ്ടാകുമ്പോഴുള്ള ശബ്ദം ഉണ്ടോ എന്ന് നോക്കണം. അതില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഒരു സൈഡിൽ നമ്മൾ 5 to 10 സെക്കൻഡ് വരെ മസാജ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ കരോട്ടിഡ് സൈനസിൽ ബാരോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ ബാരോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ആവപ്പെടുകയും ഇത് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയും ചെയ്യും. ഒരേ സമയം 2 സൈഡിലും മസാജ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി ഈ കരോട്ടിഡ് ബ്രൂയി ഉണ്ടെങ്കിലും നമ്മൾ മസാജ് ചെയ്താൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ കരോട്ടിഡ് ബ്രൂയി എന്ന് പറഞ്ഞാൽ അത്രോട്ടിക് പ്ലാക്സ് ആണ്. അത് അവിടെ നിന്ന് ഡിസ്ലോഡ് ചെയ്തിട്ട് സ്ട്രോക്ക് ഉണ്ടാകാം. ബ്രെയിനിൽ വെസൽസിൽ പോയിട്ട് അത് നിന്നാൽ നമുക്ക് സ്ട്രോക്ക് വരാം. അതേ സ്ഥാനത്ത് ഹാർട്ട് വെസൽസിലാണെന്ന് പോകുമെങ്കിൽ മയോകാർഡിയൽ ഇസ്കീമിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ വിത്തൗട്ട് ചെക്കിങ് കരോട്ടിഡ് ബ്രൂയി നിങ്ങൾ കരോട്ടിഡ് സൈനസ് മസാജ് ചെയ്യാൻ പാടില്ല. അടുത്തത് നമുക്ക് വാൽസവ മാന്യൂവേഴ്സ് ട്രൈ ചെയ്യാം. അത് ഒരു പേഷ്യൻറ്റിനോട് ഒരു 10 ml സിറിഞ്ചിൽ ഇങ്ങനെ തലതിരിച്ച് വെച്ചിട്ട് അതിലേക്ക് ഊതാൻ പറയണം. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ വേഗൽ നെർവ് സ്റ്റിമുലേറ്റ് ആവുകയും ഹാർട്ട് റേറ്റ് കുറയുകയും ചെയ്യും. ഇതാണ് വാൽസവ മാന്യൂവർ. ഇതുപോലെ തന്നെ നമുക്ക് മോഡിഫൈഡ് വാൽസവ മാന്യൂവർ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അതും ട്രൈ ചെയ്യാം. ഇതൊക്കെ സ്റ്റേബിളായ പേഷ്യൻറ്റിലാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് പേഷ്യൻ്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ അടുത്തത് നമുക്ക് ഒരു 3-way ക്യാനിലിട്ടിട്ട് ഇഞ്ചക്ഷൻ അഡിനോസിൻ കൊടുക്കാം. ഇതാണ് SVTൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ്. ഇഞ്ചക്ഷൻ അഡിനോസിൻ 6 mg കൊടുക്കാം. IV ബോളസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, 6 mg IV ബോളസ് ആയിട്ട് കൊടുക്കാം. ഇത് ഇഞ്ചക്ഷൻ അഡിനോസിൻ്റെ കൂടെ തന്നെ 3-way ക്യാനിലിട്ടിട്ട് കൊടുക്കുമ്പോൾ ഒരു വേയിലൂടെ നമ്മൾ അഡിനോസിനും അടുത്തതിലൂടെ 20 ml 0.9% നോർമൽ സലൈൻ ഫ്ലഷ് ചെയ്യണം കേട്ടോ. കാരണം അഡിനോസിന് ലൈഫ് സ്പാൻ ഭയങ്കര കുറവാണ്, പെട്ടെന്ന് തന്നെ ആ ഡ്രഗ് ഡീഗ്രേഡ് ചെയ്ത് പോകും. അത് കൊടുത്തിട്ട് അഡിനോസിൻ കൊടുത്ത് അടുത്ത വേയിലൂടെ നമ്മൾ 0.9% നോർമൽ സലൈൻ ഒരു 20 ml ഫ്ലഷ് ചെയ്തിട്ട് പേഷ്യൻ്റെ കൈ ഉയർത്തണം. അപ്പോൾ മെഡിസിൻ ആക്റ്റ് ആയെങ്കിൽ ഹാർട്ട് റേറ്റ് കുറയും. സപ്പോസ് ഇഞ്ചക്ഷൻ അഡിനോസിൻ ഫെയിൽസ്, 6 mg ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്കൊരു 12 mg കൊടുത്ത് നോക്കാം. അതും ഫെയിലായാണ് ഒരു തവണ കൂടെ ഇഞ്ചക്ഷൻ അഡിനോസിൻ 12 mg കൊടുത്ത് നോക്കാം. ഇതും ഫെയിലാവുകയാണെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സാണ് കൊടുക്കുക. അതാണ് ഇഞ്ചക്ഷൻ വരാപ്പാമിലും ഇഞ്ചക്ഷൻ ഡിൽത്യാസം. ഈ ഡ്രഗ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് കൊടുത്തിട്ട് അതും ഫെയിലാവുകയാണെങ്കിൽ, എന്നിട്ടും SVT കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ബീറ്റ ബ്ലോക്കർ മെഡിസിൻ ട്രൈ ചെയ്യാം. ഇഞ്ചക്ഷൻ മെറ്റോപ്രൊലോൾ നമ്മൾ കൊടുക്കും.
ഇഞ്ചക്ഷൻ മെറ്റോപ്രലോൾ കൊടുത്തിട്ടും പേഷ്യൻറ്റിൻ്റെ SVT കൺട്രോൾ ആയില്ലെങ്കിൽ അടുത്തത് നമ്മൾ കൊടുക്കുന്നത് ഇഞ്ചക്ഷൻ അമിയോഡാറോണാണ്. ഇഞ്ചക്ഷൻ അമിയോഡാറോൺ ഇതും കൊടുത്തിട്ട് പേഷ്യൻറ്റിൻ്റെ SVT കൺട്രോൾ ആയിട്ടില്ല എങ്കിൽ അടുത്തത് വി വിൽ ഗോ ഫോർ TC ഷോക്ക്. സിങ്ക്രണൈസ്ഡ് കാർഡിയോ വേർഷനാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഈ സ്റ്റേബിളായ പേഷ്യൻറ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇഞ്ചക്ഷൻ അഡിനോസിന് ഒരു കോൺട്രാഇൻഡിക്കേഷൻ ഉണ്ട്. ആസ്മാറ്റിക് ആയിട്ടുള്ള COPD ഒക്കെ ഉള്ള പേഷ്യൻറ്റിൽ ഇഞ്ചക്ഷൻ അഡിനോസിൻ കനോട്ട് ബി ഗിവൺ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ അമിയോഡാറോണും വെറപ്പാമിലും ഡെൽറ്റിയാസുമൊക്കെ കൊടുക്കാം. ഇഞ്ചക്ഷൻ അഡിനോസിൻ കൊടുക്കാൻ പാടില്ല. ഓക്കെ. സപ്പോസ് പേഷ്യൻ്റ് ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് DC ഷോക്കാണ് കൊടുക്കുന്നത്. സിങ്ക്രണൈസ്ഡ് കാർഡിയോ വേർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ ഡെഫിനിറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാത്വേ, ഇൻട്രിൻസിക് പാത്വേൻ്റെ റേഡിയോ അബ്ലേഷനാണ്. നമ്മൾ ആ ഒരു പാത്വേനെ കരിച്ച് കളയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഡെഫിനിറ്റീവ് മാനേജ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ SVTനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. SVT റിതം കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുമെന്നും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഇനി മറ്റൊരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം.